നമസ്കാരം. പ്രൈവറ്റ് ബസ് പണിമുടക്ക് കോട്ടയം ജില്ലയിൽ സമ്പൂർണ്ണം. നിരത്തുകളിൽ ഒറ്റപ്പെട്ട ചില ബസ്സുകൾ ഒഴിച്ച് പ്രൈവറ്റ് ബസ്സുകൾ ഒന്നും തന്നെ ഓടിയില്ല. കോട്ടയം നാഗമ്പടം ബസ് സ്റ്റാൻഡിലെ ഒരു ദൃശ്യം. അനൗൺസ്മെൻറ്റുകളില്ല, ആരവങ്ങളില്ല, യാത്രക്കാരുടെ തിരക്കുകളില്ല. കച്ചവട സ്ഥാപനങ്ങൾ അടഞ്ഞുകിടക്കുന്നു. ബസ് സ്റ്റാൻഡ് ശൂന്യം. പ്രിയദർശിനി പദ്ധതി മൂലം തകരുന്ന പ്രൈവറ്റ് ബസ് വ്യവസായത്തെ സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോട്ടയം കളക്ട്രേറ്റിലേക്ക് ബസ് ഓണേഴ്സും ജീവനക്കാരും മാർച്ച് നടത്തി. കളക്ട്രേറ്റിലേക്ക് നടന്ന മാർച്ച് ഫെഡറേഷൻ പ്രസിഡന്റ് ശ്രീ കെ തോമസ് ഉദ്ഘാടനം ചെയ്തു. KSRTC എന്ന് പറയുന്ന വെള്ളാനിക്ക് ഓരോ വർഷവും കോടാനുകോടി രൂപ സർക്കാർ ഖജനാവിൽ നിന്നും എടുത്തുകൊടുത്ത് സർവീസ് നടത്തുമ്പോൾ ഒരു പ്രൈവറ്റ് ബസ്സിന് 45 ലക്ഷം രൂപയോളം മുതൽ മുടക്കി തന്നോടൊപ്പം നിൽക്കുന്ന 4-5 ആളുകളോടും ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മൾ ഇവിടെ പൊതുഗതാഗതം നടത്തിക്കൊണ്ടു പോവുകയാണ്. നമുക്കറിയാവുന്നതുപോലെ ഒരു വലിയ പ്രഖ്യാപനം നടത്തി. എന്തായ പ്രഖ്യാപനം? KSRTC ബസ്സുകൾ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര. സന്തോഷമായില്ലേ? എല്ലാവരും ആഘോഷിച്ചു, എല്ലാവരും വെൽക്കം ചെയ്തു. ഞങ്ങൾക്ക് പരാതിയില്ല കേട്ടോ. ഗവൺമെന്റ് സംവിധാനത്തിൽ ആർക്ക് എത്തുകൊടുത്താലും ഞങ്ങൾ എതിർക്കില്ല. പക്ഷേ നിങ്ങൾ ചെയ്യുന്നത് ഒരു വിഭാഗം ആളുകളെ ഈ കേരളത്തിന്റെ മണ്ണിൽ നിന്നും ഇല്ലാതാക്കിക്കൊണ്ട് മറുവിഭാഗത്തിന് ആ ആനുകൂല്യം കൊടുക്കുമ്പോൾ ഞങ്ങളും ഈ കേരള സംസ്ഥാനത്തിന്റെ ഭാഗവാക്കുകളാ. മുദ്രാവാക്യം വിളികളിൽ നിങ്ങൾ കേട്ടല്ലോ. ഇവിടെ ഞങ്ങൾക്ക് മുന്നിലെ സ്ത്രീകൾ, ഞങ്ങളുടെ കുടുംബങ്ങളിലുമില്ലേ സ്ത്രീകൾ, അവരെ പോലും, അതായത് 50,000 മിനിമം ആളുകൾ ഈ വ്യവസായവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത്രയുമോ അതിൽ കൂടുതലോ വനിതകൾ ഈ വ്യവസായമായി അല്ലെ ഇതുകൊണ്ട് കിട്ടുന്ന അന്നം ഭക്ഷിച്ച് കുടുംബങ്ങളിൽ കഴിയുന്നവരാ. അവരെ ഇല്ലാതാക്കിക്കൊണ്ട്, അവരുടെ മക്കളെ ഇല്ലാതാക്കിക്കൊണ്ട് നിങ്ങൾ സ്ത്രീക്ക് സൗജന്യ യാത്ര കൊടുക്കുമ്പോൾ അത് ന്യായമാണോ, അത് നീതിക്ക് യുക്തമാണോ എന്ന് പരിശോധിക്കേണ്ടതായിട്ട് വരും. പ്രിയപ്പെട്ടവരെ, തകർന്നടിയുന്ന പ്രൈവറ്റ് ബസ് മേഖലയെ പിടിച്ചു നിർത്തേണ്ടത് നാടിൻ്റെ ആവശ്യമാണ്. സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ശാശ്വതമായ പരിഹാരം കാണുമെന്നുള്ള വിശ്വാസത്തിലാണ് ബസ് ജീവനക്കാർ. ന്യൂസ് കൂവപ്പള്ളി. All'inizio del sé